ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. പൊതുസമൂഹത്തിനു മുൻപിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അപകീർത്തിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം ഒരു സർവകലാശാലയിൽ 2 രജിസ്ട്രാർമാർ ഉണ്ടാവുക എന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യമാണ്. ഇവരിൽ ആരെയാണ് കീഴ് ജീവനക്കാർ അനുസരിക്കേണ്ടത്? ആരുടെ തീരുമാനമാണ് നടപ്പിലാക്കേണ്ടത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെ സർവകലാശാലയുടെ ഭരണം സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. ആരാണ് ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദി എന്നതിൽ തർക്കങ്ങളുണ്ടാകാം. അക്കാദമിക് താൽപ്പര്യങ്ങളെ അവഗണിച്ച് രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയതാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേരിടുന്ന പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം. സംസ്ഥാന സർക്കാരിൻ്റെയും ഗവർണറുടെയും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ഏറ്റുമുട്ടുമ്പോൾ നഷ്ടമുണ്ടാകുന്നത് വിദ്യാർത്ഥി സമൂഹത്തിനാണ്. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കുപരി അക്കാദമിക് താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ബന്ധപ്പെട്ടവർ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഗാസയിൽ 60 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ നിർദ്ദേശങ്ങൾ ഇസ്രായേലും ഹമാസും ഗൗരവമായി പരിഗണിക്കുന്നു. 23 ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയ എല്ലാവരെയും ഉടൻ മോചിപ്പിക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രധാന ആവശ്യം. ഇതോടൊപ്പം ഹമാസിനെ ഗാസയുടെ ഭരണത്തിൽ നിന്നും ഒഴിവാക്കുക, നിരായുധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇസ്രായേൽ ഉന്നയിച്ചിട്ടുണ്ട്. വെടിനിർത്താനല്ല, യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം എന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ഗാസയിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരികെ നൽകി 2025 മാർച്ചിൽ നിലയുറപ്പിച്ചിരുന്ന താവളങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം മടങ്ങിപ്പോകണം എന്നാണ് ഹമാസിൻ്റെ മറ്റൊരാവശ്യം. നിലപാടുകളിൽ മാറ്റം വരുത്താൻ ഹമാസും ഇസ്രായേലും തയ്യാറായതിനെ തുടർന്ന് മധ്യസ്ഥന്മാരായ ഖത്തറും ഈജിപ്തും ചർച്ചകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറണ്ട് നൽകി. പരമോന്നത നേതാവായ ഹൈബത്തുള്ള ഹക്കും സാദയ്ക്കും ചീഫ് ജസ്റ്റിസ് അബ്ദുൾ ഹക്കീം ഹക്കാനിയുമാണ് ഈ കേസിലെ പ്രതികൾ. ഇവർ സ്വീകരിക്കുന്ന സ്ത്രീ വിരുദ്ധ നിലപാടുകളുടെ പേരിലാണ് ഈ നടപടി. 6ാം ക്ലാസ്സിനു ശേഷം വിദ്യാഭ്യാസം തുടരാൻ പെൺകുട്ടികൾക്ക് താലിബാൻ അനുമതി നൽകുന്നില്ല. ശരീരഭാഗങ്ങൾ പൂർണ്ണമായും മറയ്ക്കാതെ യാത്ര ചെയ്യാൻ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളെ താലിബാൻ ഭരണകൂടം അനുവദിക്കുന്നില്ല. ബന്ധുവായ ഒരു പുരുഷന്റെ അകമ്പടി കൂടാതെ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനും അനുമതിയില്ല. സ്വന്തക്കാരല്ലാത്ത പുരുഷന്മാരോട് സംസാരിക്കാനും സ്ത്രീകൾക്ക് അനുമതിയില്ല. 2021 മുതൽ താലിബാൻ ഭരണകൂടത്തെ അന്താരാഷ്ട്ര സമൂഹം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. റഷ്യ മാത്രമാണ് താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചത്. മതാധിഷ്ഠിത സ്ത്രീവിരുദ്ധ നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്താൻ താലിബാൻ തയ്യാറായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പകരച്ചുങ്കത്തിൻ്റെ കാലാവധി
ജൂലൈ 1 അവസാനിക്കേണ്ടതായിരുന്നു. ഏപ്രിലാണ് വിദേശ രാജ്യങ്ങളുടെ ചുങ്കം ട്രംപ് വർദ്ധിപ്പിച്ചത്. ഈ വർധനവ് 90 ദിവസത്തേക്ക് മരവിപ്പിക്കാനും ഈ കാലയളവിനുള്ളിൽ ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ചർച്ചകൾ നടത്തി വർധനവ് ക്രമീകരിക്കാനുമായിരുന്നു ട്രംപിന്റെ നീക്കം. കാലാവധി കഴിഞ്ഞിട്ടും ട്രംപ് പ്രതീക്ഷിച്ചിരുന്നതുപോലെ ചർച്ചകൾ നടത്താൻ ഒട്ടുമിക്ക രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ചർച്ചയ്ക്കുള്ള സമയം ഓഗസ്റ്റ് 1 വരെ നീട്ടാൻ ട്രംപ് തീരുമാനിച്ചത്. അമേരിക്കയുടെ സഖ്യകക്ഷികളായി അറിയപ്പെടുന്ന ദക്ഷിണ കൊറിയയും ജപ്പാനും അടക്കം 14 രാജ്യങ്ങളെ ഈ വിവരം രേഖാമൂലം അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടത്തി സമവായത്തിൽ എത്തിയില്ലെങ്കിൽ 25% നികുതി വർദ്ധിപ്പിക്കും എന്ന ഭീഷണിയുമുണ്ട്. ബ്രിക്സ് സംഘടനയിൽ അമേരിക്ക വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക നികുതി ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിലെ 5 രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരെ ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചു വരുത്തി വിരുന്നു നൽകി. റഷ്യയും ചൈനയും വൻതോതിൽ ആഫ്രിക്കയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന റഷ്യയും ചൈനയും ആഫ്രിക്കയിൽ ശക്തി പ്രാപിക്കുന്നതിനെ ഒരു വെല്ലുവിളിയായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് കാണുന്നത്. ഗാബൻ, ഗിനിയ, ലൈബേറിയ, മൗറിറ്റാനിയ, സെനിഗൽ തുടങ്ങിയ 5 രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരെയാണ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ചെറിയ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് വൈറ്റ് ഹൗസിലെ വിരുന്നിനെത്തിയത്. വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ട്രംപ് ഇവരെ സ്വാഗതം ചെയ്തത്. വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തും, ആഭ്യന്തര കലാപങ്ങൾ അവസാനിപ്പിക്കാൻ സഹായിക്കും, പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ആയുധങ്ങൾ നൽകും തുടങ്ങിയവയായിരുന്നു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. മനോഹരമായ ഇംഗ്ലീഷിൽ സംസാരിച്ചതിൻ്റെ പേരിൽ ലൈബീരിയൻ പ്രസിഡന്റിനെ ട്രംപ് അഭിനന്ദിച്ചത് വലിയ വിവാദമായി. ഗാസയിൽ 60 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഈ ചർച്ചകൾക്കിടയിൽ സമാധാനത്തിനുള്ള ഈ വർഷത്തെ നൊബേൽ സമ്മാനത്തിന് ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിന്റെ പേര് നിർദ്ദേശിച്ചു. ഇറാനെ ആക്രമിക്കണമെന്ന് പല പ്രാവശ്യം അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും ട്രംപ് മാത്രമാണ് അതിന് തയ്യാറായത്. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തതിനെ സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കാണുന്നത്. അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ച് ഇറാനുമായി 2015 ഉണ്ടാക്കിയ കരാറിൽ നിന്നും 2018 അമേരിക്ക പിന്മാറി. വീണ്ടും ഇത്തരത്തിലുള്ള ഒരു കരാർ ഒപ്പുവയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഒരു പ്രകോപനവുമില്ലാതെ അമേരിക്ക ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിച്ചത്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പാലസ്തീൻ അനുകൂലികൾ യഹൂദന്മാരെ ആക്രമിച്ചു. യൂറോപ്പിലും അമേരിക്കയിലും യഹൂദന്മാരും അവരുടെ സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. ഹാർവേഡ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങൾ ഉണ്ടായി. യൂണിവേഴ്സിറ്റിക്ക് സാമ്പത്തിക സഹായം നിഷേധിച്ചുകൊണ്ടാണ്
പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റികളിലും ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്യാമ്പസുകളിൽ യഹൂദന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തടയുവാൻ കർശന നടപടികൾ സ്വീകരിക്കുവാൻ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സാമ്പത്തിക സഹായം നിഷേധിക്കും എന്നാണ് മുന്നറിയിപ്പ്. ഒരു ദേശീയ പണിമുടക്ക് കൂടി കടന്നുപോയി. പതിവ് പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് കാര്യമായ ചലനങ്ങൾ സൃഷ്ടിച്ചില്ല. കേരളത്തിൽ പണിമുടക്ക് ഒരു ഹർത്താലായി മാറി. ജനജീവിതം സ്തംഭിക്കുകയും പണിമുടക്കിയവർ ചെറുതല്ലാത്ത ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. അസംഘടിതരായ പൗരന്മാരെ സഹായിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട പോലീസുകാർ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വീട്ടിലിരുന്നു കൊണ്ട് പണിയെടുത്തു. ബാങ്കുകൾ പൂട്ടിച്ചു എന്നാണ് അവകാശവാദമെങ്കിലും ഓൺലൈനായി ബാങ്കിംഗ് സുഗമമായി നടന്നു. ഓൺലൈൻ കച്ചവടങ്ങളെയും പണിമുടക്ക് ബാധിച്ചില്ല. അന്നന്നു ലഭിക്കുന്ന വേതനം കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട അസംഘടിത തൊഴിലാളികൾക്ക് മാത്രമാണ് നഷ്ടങ്ങൾ ഉണ്ടായത്. പ്രതിഷേധിക്കാനും പണിമുടക്കാനും തൊഴിലാളികൾക്കുള്ള അവകാശത്തെ നിഷേധിക്കാൻ കഴിയില്ല. ഇത്തരം സമരങ്ങളിലൂടെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സാധാരണക്കാർ സമരക്കാരുടെ ശത്രുക്കളായി മാറുന്നു. കാലത്തിനനുസരിച്ച് സമരരീതികളിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ച് സംഘാടകർ ഇനിയെങ്കിലും ആലോചിക്കണം. സിംഗപ്പൂരിൽ അമേരിക്കയുടെ അംബാസിഡറാകാൻ ട്രംപ് തിരഞ്ഞെടുത്തത് ഇന്ത്യൻ വംശജനായ അഞ്ജനി സിൻഹയാണ്. പ്രസിഡന്റാണ് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത്. ഇവരുടെ നിയമനം സെനറ്റ് അംഗീകരിക്കണം എന്നാണ് വ്യവസ്ഥ. ഇങ്ങനെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർ തങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കാനായി സെനറ്റിന്റെ മുമ്പിൽ ഹാജരാകണം. സിംഗപ്പൂരിൽ അമേരിക്കയുടെ പ്രതിനിധിയാകാൻ യോഗ്യതയുള്ള ഒരു വലിയ ബിസിനസ്സുകാരൻ എന്ന നിലയിലാണ് ട്രംപിന്റെ പാർട്ടിക്കാർ ബുധനാഴ്ച അഞ്ജനി സിൻഹയെ സെനറ്റിന്റെ മുൻപിൽ അവതരിപ്പിച്ചത്. ഡെമോക്രാറ്റിക് സെനറ്ററായ ഡമ്മി ഡക്വർത്തിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അഞ്ജനി സിൻഹ വല്ലാതെ പതറി. അമേരിക്ക സിംഗപ്പൂർ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ച് നിർദ്ദിഷ്ട അംബാസിഡർക്ക് സാമാന്യ വിവരം പോലും ഇല്ല എന്ന് വ്യക്തമായി. ഇയാൾ എങ്ങനെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന ചോദ്യം ട്രംപിന് നേരെയാണ് സെനറ്റർ തൊടുത്തുവിട്ടത്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ ഉന്നത പദവികളിൽ നിയമനം നേടുന്നവർ യോഗ്യതയുള്ളവരാണോ എന്ന് പരിശോധിക്കാൻ സെനറ്റിനെ അധികാരപ്പെടുത്തുന്നതാണ് അമേരിക്കൻ ഭരണകൂടം. ഇറാന്റെ പിന്തുണയോടെ യമൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദി സംഘടനയാണ് ഹൗതികൾ. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും കപ്പലുകളെ പല പ്രാവശ്യം ഹൗതികൾ ആക്രമിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം നേരിടുന്ന ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളെ ഇവർ ആക്രമിക്കാൻ തുടങ്ങിയത്. യൂറോപ്പിലേക്കുള്ള ചരക്കുകളിൽ ഏറിയ പങ്കും അവിടെ എത്തുന്നത് ചെങ്കടലിലൂടെയാണ്. അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഹൗതികളെ നേരിടുകയും ഹൗതികൾ ആക്രമണം അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയും ചെയ്തത് മെയ് മാസത്തിലാണ്. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം തുടങ്ങിയത് ഈ ഞായറാഴ്ചയാണ്. ഇതിനകം 5 കപ്പലുകൾ ഹൗതികളുടെ ആക്രമണത്തിൽ തകർന്നു. ആദ്യത്തെ കപ്പലിലെ ജീവനക്കാരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയതായി ഹൗതികൾ അറിയിച്ചിട്ടുണ്ട്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.